നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി കേട്ടോ. ഉച്ചയ്ക്ക് ശേഷമാണ് അയ്യോ ഞാൻ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. ആദ്യം രാവിലെ ഒരു ചായ കുടിക്കുന്നൊരു ക്ലിപ്പ് ഒരു 11 മണി 10 മണിയൊക്കെ കഴിഞ്ഞ് ചീമ വേദമൊക്കെ പിടിച്ച് വരുമ്പോൾ അച്ഛൻ ചീമയ്ക്ക് ഒരു ചായ ഇട്ടിടും കേട്ടോ. അച്ഛൻ ചായ ഇടുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ചീമയ്ക്ക് ചായ ഇടുന്നതിൻ്റെ കൂട്ടത്ത് ഞാനും ഒരു ചായ കുടിക്കേ. അപ്പോൾ രാവിലെ അങ്ങനെ ഒരു ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ക്ലിപ്പ് എടുത്തതാണ്. പിന്നെ ഞാൻ മറന്നുപോയി. പിന്നെ വൈകിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത്. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എന്തെങ്കിലും നമ്മുടെ ശരവണൻ എവിടെയൊക്കെ തെണ്ണി തിരിഞ്ഞിട്ട് തിരിച്ച് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. വല്ലപ്പോഴും ഇങ്ങോട്ടൊക്കെ ഒരു വിസിറ്റ് ഉണ്ട്. ഇപ്പോൾ താഴെ ജംഗ്ഷനിലാണ് ശരവണൻ്റെ കിടപ്പെല്ലാം. വല്ലപ്പോഴും ഇങ്ങോട്ട് വന്ന് മുഖമൊക്കെ ഒന്ന് കാണിച്ചിട്ട് പോകും. രാവിലെ ഇവിടെ കിടക്കുന്നുണ്ട്, പിന്നെ ആളെ കണ്ടതേ ഇല്ല. അങ്ങനെയൊക്കെ ഇരുന്നപ്പോഴേക്കും നമ്മുടെ കുട്ടിക്കാലം പോയ കുറേ വീഡിയോ ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് എഡിറ്റ് ചെയ്യാണ്. എനിക്കാണെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാൻ നേരമില്ല. അവൾ എഡിറ്റ് ചെയ്യുന്നുണ്ട്. ചില ഡൗട്ട്സൊക്കെ വന്ന് ചോദിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ട് എടുക്കുകയാണ്. എനിക്ക് അതിനുള്ള സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് അവൾക്ക് ദേഷ്യം, അവളുടെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് സമയം അവളുടെ ലാപ്ടോപ്പെല്ലാം വാങ്ങിച്ച് ഞാനിങ്ങനെ എഡിറ്റ് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഇതിലൊക്കെ കൊടുത്താൽ പിന്നെ പഠിത്തത്തിലൊരു ശ്രദ്ധയില്ലാണ്ട് ഇതിലോട്ടൊക്കെ അങ്ങ് ആയിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ വേറെ ഫോഴ്സ് ചെയ്തില്ല യൂട്യൂബിൽ വീഡിയോ ഇടാനും അപ്ലോഡ് ചെയ്യാൻ. പക്ഷേ അവളുടെ ചാനലിൽ ഇട്ടാൽ അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. എങ്കിലും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാണ് ഞാൻ നീടുന്നെങ്കിൽ കിട്ടുമെന്ന് പറഞ്ഞല്ല. എങ്കിലും ഞാൻ ക്ലാസ് ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കില്ല. അഥവാ അവൾ ബഹളം വയ്ക്കുകയാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ രണ്ടും കൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവളുടെ വീഡിയോസൊന്നും ഞാനങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല. ആദ്യം പഠിച്ച് എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിന്നെ ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. താല്പര്യം അങ്ങനെ ഇരുന്നോട്ടെ, വല്ലപ്പോഴൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അങ്ങ് റെഗുലർ ആക്കിയാൽ പഠിത്തത്തിലേക്ക് അങ്ങ് പുറകോട്ട് വരും. ഫസ്റ്റ് നമുക്ക് എഡ്യൂക്കേഷനാണ് വേണ്ടത്. എല്ലാം വേണം, പക്ഷേ എഡ്യൂക്കേഷൻ നമ്മുടെ എല്ലാത്തിനോടൊപ്പം ഏറ്റവും പവർഫുള്ളായിട്ടുള്ളൊരു തിങ്ങാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, നോളജ് എന്ന് പറയുന്നത്. അത് നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ആദ്യം വേദയ്ക്ക് ഞാൻ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്നത് സ്റ്റഡീസിനാണ്. വേദം നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഞാൻ 6th സ്റ്റാൻഡേർഡ് വരെ ഞാൻ വേദയുടെ പുറകെ ഇരുന്ന് ഓരോ ഇതും പഠിപ്പിച്ച് അടിയൊക്കെ കൊടുത്ത് ഇഷ്ടം പോലെ പഠിപ്പിച്ചു. 7th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഞാനങ്ങ് വേദ വിട്ടിട്ട് പറഞ്ഞു, ഇനി ഞാൻ നോക്കത്തില്ല, നീ തനിയെ പഠിച്ചോളൂ എന്ന് പറഞ്ഞു. അവൾ തനിയെ പഠിച്ച് ഇപ്രാവശ്യത്തെ എക്സാമിനെല്ലാം 80ക്കായിരുന്നു എക്സാം, എല്ലാം 70 എബോവ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. മാത്സിനും ഇംഗ്ലീഷിനും GSനും സയൻസിനും ഞാൻ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നിനുള്ള മാത്സിനും സയൻസിനും കുറച്ച് കുറവായിരുന്നു. സയൻസ് ഞാൻ ചീമയുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലായിരുന്നു, അവിടെ ഇരുന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അതുകൊണ്ട് ഞാൻ അധികം അതിന് പറയില്ല. മാത്സും ഓക്കെ 67 ഉണ്ടായിരുന്നു 80ക്ക്. അതൊരു വലിയ മാർക്കായിട്ട് തന്നെ എനിക്ക് തോന്നി. നമ്മൾ നല്ല എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ട്. പക്ഷേ മാത്സിന് ഇനിയും സ്കോർ ചെയ്യായിരുന്നു. അവൾക്ക് ഭയങ്കര അശ്രദ്ധയാട്ടോ, ഭയങ്കര കെയർലെസ് മൈൻഡാണ് മാത്സ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഇത്രയും മാർക്ക് പറയുന്നത്. എല്ലാം അറിയാം, പക്ഷേ ഇവിടെ എഴുതിയിട്ട് അപ്പുറത്ത് എഴുതുമ്പോൾ മാറും. മൈനസ് ഇടേണ്ടത് പ്ലസിനും, പ്ലസ് ഇടേണ്ടത് മൈനസിനും, അങ്ങനെയൊക്കെയുള്ള കെയർലെസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഇനിയും വേദയ്ക്ക് മാത്സിന് സ്കോർ ചെയ്യായിരുന്നു കേട്ടോ. പിന്നെ ബാക്കി എല്ലാത്തിനും നമുക്ക് നല്ല മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ പറഞ്ഞ ഗിഫ്റ്റ് എല്ലാം വാങ്ങിക്കൊടുത്തു. അവൾക്ക് ഒരു ജപ്പാൻ നോവൽ വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കൊടുത്തു. ഏട്ടൻ വേറെ എന്തോ ഒരു സാധനം, എന്തോ ഒരു കിറ്റ് വേണമെന്ന് പറഞ്ഞ് അതെല്ലാം വാങ്ങിക്കൊടുത്തു. അതുകൊണ്ട് പഠിച്ചാലും ഞാൻ പറഞ്ഞു, നിനക്ക് എന്തും ചെയ്തു തരും, പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി നമ്മൾ ഒരുക്കി തരും. അത് പഠിക്കുക എന്നുള്ളത് നിൻ്റെ ഉത്തരവാദിത്തം. നാളെ ഒരു കാലത്ത് അമ്മയും അച്ഛനും പഠിക്കാനുള്ള ഒന്നും ഒരുക്കി തന്നില്ല, അതുകൊണ്ട് ഞാൻ പഠിച്ചില്ല എന്നൊരു ടോക്ക് വരാൻ പാടില്ല. അതുകൊണ്ട് പഠിക്കുന്ന കാര്യത്തിൽ ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ സ്റ്റഡീസ്. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വീഡിയോസ് എടുപ്പ്, എഡിറ്റിങ്, ഇടക്കും ഒക്കെ. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. പഠിക്കേണ്ട സമയം പഠിക്കുക, പഠിച്ച് കഴിഞ്ഞിട്ട് അവരുടെ ഇഷ്ടമുള്ള ഒരു മേഖല തിരഞ്ഞെടുത്ത് അവർ പോവുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ചെയ്യുന്നതൊക്കെ മോശമാണ് എന്നല്ല, നല്ലതാണ്, നല്ല ഏണിങ്സ് ഉണ്ടാവും, എല്ലാം നല്ലതാണ്. ഇപ്പോൾ ഒരു ഫിലിം ആർട്ടിസ്റ്റ് ആയാൽ കൂടി മറ്റാരും ഏൺ ചെയ്യുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാനും, ഒരു സീരിയൽ ആർട്ടിസ്റ്റ് ആയാൽ കൂടി നല്ല രീതിയിൽ നമുക്ക് ഏൺ ചെയ്യാനും ഒക്കെ പറ്റും. നമ്മൾ ലൈഫേ മാറി വരും. പക്ഷേ ആദ്യം സ്റ്റഡീസ്, അത് കഴിഞ്ഞിട്ട് പഠിക്കേണ്ട സമയം പഠിച്ച് കഴിഞ്ഞിട്ട് ജോലി എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതാണ് എൻ്റെ ഒരു രീതി കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ഇപ്പോൾ ഫുൾ ഫ്രീ ആട്ടോ. മെയിൽ മുതൽ ട്യൂഷൻ തുടങ്ങുമ്പോൾ പിന്നെ ആൾ വീണ്ടും ബിസിയാവും. അവളുടെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സന്തോഷമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മളങ്ങനെ ഇരുന്നപ്പോഴാണ് വാഴ മൂവിക്ക് നല്ല റിവ്യൂ കണ്ടു കേട്ടോ. എന്നാൽ പിന്നെ പോയേക്കാന്ന് കരുതി. ചീമയ്ക്ക് വരാൻ പറ്റില്ലല്ലോ, അമ്മയ്ക്കും വരാൻ പറ്റില്ല, കുഞ്ഞിനെയും കൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ട് അമ്മയും ചീമ അവിടെ എഴുതിയിട്ട് ഞാനും സച്ചിനും വേദയും അച്ഛനും കൂടെ പോവുകയാണ്. ഇന്നലെ 2 ദിവസം കൊണ്ട് ടിക്കറ്റ് നോക്കുകയാണ്. ടിക്കറ്റ് എല്ലാം ഫുൾ ഹോളിഡേയ്സ് കൂടെ അല്ലേ, ഓൾറെഡി
ഓൾറെഡി ബുക്ക്ഡാണ്. ഇന്നത്തേക്ക് ടിക്കറ്റ് കിട്ടി. അങ്ങനെയാണ് ഇന്ന് പോകാൻ തീരുമാനിച്ചത്. എനിക്ക് ഫ്രണ്ട് ചെന്നിരുന്ന് മലന്നിരുന്ന് കാണുന്നത് ഇഷ്ടമല്ല, കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇരിക്കുന്നതിന് ഇഷ്ടം. എന്നിട്ടും ബാക്കിലോട്ട് സീറ്റ് കിട്ടിയിട്ടില്ല. എങ്കിലും കുഴപ്പമില്ല, ഏറ്റവും ഫ്രണ്ടിലല്ല എന്നുള്ളൊരു സമാധാനത്തിൽ പോവുകയാണ്. ചീമിക്ക് ഭയങ്കര വിഷമം, ചീമിക്ക് വരാൻ പറ്റാത്തതിൽ. അമ്മയ്ക്കും വിഷമം, എല്ലാവരും കൂടെ പോകണുണ്ടപ്പോൾ അമ്മയ്ക്ക് വരുത് കേട്ടോ. നല്ല റിവ്യൂ ഉണ്ടായിരുന്നു മൂവി, അതുകൊണ്ടാണ് എന്തായാലും പോയേക്കാമെന്ന് കരുതിയത്. പോകുന്ന വഴിക്ക് നമ്മുടെ കാറിനൊന്ന് ടയർ എയർ ചെക്ക് ചെയ്യാമെന്ന് കരുതി. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ എയർ ചെക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ടയറിൻ്റെ എയർ ചെക്ക് ചെയ്യാതെ, 2 വീലറിൻ്റെ ആയാലും 4 വീലറിൻ്റെ ആയാലും എന്തായാലും കേട്ടോ, മറ്റൊരു പമ്പിൽ ചെക്ക് ചെയ്യുന്ന അത്രയും കറക്റ്റ് ആയിരിക്കില്ല. മിക്കവാറും പമ്പിൽ ചെക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോഴും പഞ്ചറാവാൻ ചാൻസ് മിക്കവാറും ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ഞങ്ങൾ പമ്പിലൊക്കെ ആയിരുന്നു ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് വളരെ വൈകിയാണ് ഇവിടെ നിന്ന് ചെക്ക് ചെയ്താലേ കറക്റ്റ് ആവുള്ളൂ എന്ന് മനസ്സിലായത്. അങ്ങനെ ഇവിടെ വന്ന് എയറെല്ലാം ചെക്ക് ചെയ്തു. എയർ കുറച്ച് കുറവുണ്ടായിരുന്നു. ഏത് വണ്ടി അങ്ങനെ പിന്നെ അധികം എടുപ്പൊന്നുമില്ല കേട്ടോ. എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾക്ക് ഇവിടേക്ക് എടുത്തുകൊണ്ട് പോകുന്നതല്ലാതെ വലിയ രീതിയിൽ ഓട്ടമില്ലാത്തൊരു വണ്ടിയാണ് മറ്റേത് ഡിസയർ എന്ന് പറയുന്നത്. അങ്ങനെ എയറൊക്കെ അടിച്ച് പോയപ്പോഴേക്കും നമ്മുടെ ഖാസിം സർബത്ത് കുറേ ദിവസമായിട്ട് തുറക്കുന്നില്ല. അപ്പം സച്ചിനോട് പറഞ്ഞ് ആ സർബത്ത് കട തുറക്കുകയാണെങ്കിൽ ഒന്ന് നിർത്തി, നമുക്ക് സർബത്ത് കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ നോക്കിയപ്പോഴേക്കും ഖാസിം സർബത്ത് തുറന്നിട്ടുണ്ട്. അങ്ങനെ അവിടെ കയറി ഓരോ സർബത്തൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ മൂവിക്ക് പോയത്. 6 മണിക്കുള്ള സിനിമയ്ക്ക് ഞങ്ങൾ 5 മണിയായപ്പോഴേ ഇറങ്ങി. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ നമുക്ക് തിയേറ്ററിലേക്ക് അവിടെ നിന്ന് പോകാനായിട്ട്. പക്ഷേ 5 മണിക്ക് ഇറങ്ങി വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോൾ ഈ പാർട്ടി പ്രചരണം മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് റോഡൊക്കെ എപ്പോഴും ബ്ലോക്കാണ്. പിന്നെ അച്ഛൻ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നാളത്തേക്ക്, ഈസ്റ്റർ അല്ലേ, നാളത്തേക്ക് വാങ്ങണമെന്നൊക്കെ പറഞ്ഞാണ് ഇറങ്ങിയത്. പക്ഷെ ഒരു കുന്തവും നടന്നില്ല. ഇവിടെ ഖാസിം സർബത്ത് കയറിയപ്പോൾ ജസ്റ്റ് അവർ ഓപ്പൺ ചെയ്തില്ല കേട്ടോ. 5 മണിയായപ്പോൾ ഓപ്പൺ ചെയ്തില്ല. 3 ദിവസമായിട്ട് അടച്ചിട്ടൊക്കെയാണ്, സ്റ്റാഫ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് അവർ ഓപ്പൺ ചെയ്തില്ലൊക്കെ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങനെ ഇവിടെ ഒരു അരമണിക്കൂറോളം പോയിട്ടോ. ആ സമയം കൊണ്ട് തന്നെ ചേർന്നൊരു കുഞ്ഞു കട ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും പാലും മുട്ടയൊക്കെ അച്ഛൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. അങ്ങനെ ഞാനിങ്ങനെ ഖാസിം സർബത്ത് നോക്കിയപ്പോൾ 35 രൂപയുടെ സർബത്ത് 40 രൂപയാക്കി എന്ന് പറഞ്ഞിട്ട് അവിടെ ഇതൊക്കെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചേക്കുന്നു, ഡ്യൂ ടു ഗ്യാസ് ഷോർട്ടേജ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി മിക്സിയിലിട്ടുണ്ടാക്കുന്ന സാധനത്തിന് എന്തിനാണ് ഗ്യാസ് ഷോർട്ടേജ് എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഞാൻ ഓർത്തു, അവരുണ്ടാക്കുന്ന നറുനണ്ടിയിലാണ് ഈ മിൽക്ക് സർബത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ നറുനണ്ടി ഉണ്ടാക്കാൻ ഒത്തിരി ഗ്യാസ് ആവും, അതുകൊണ്ടാവാം കേട്ടോ. അങ്ങനെ ചേട്ടൻ, ഞാൻ പറഞ്ഞു ചേട്ടാ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ്, ഇപ്പോൾ സിനിമ തുടങ്ങുന്നു, ഫാസ്റ്റാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് തന്നു കേട്ടോ. അങ്ങനെ ഒരു സർബത്തും കുടിച്ച് നേരെ വാഴ സിനിമ കാണാൻ പോയി. അവിടേക്ക് ചെന്നപ്പോൾ തന്നെ തിയേറ്റർ ഫുൾ, അതായത് പാർക്കിങ്ങിനൊക്കെ സ്ഥലം വളരെ കുറവ്. എല്ലാവരും ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. 6 മണി ആവാറായി. അങ്ങനെ നേരെ ഇപ്പോൾ കാറെല്ലാം പാർക്ക് ചെയ്തിട്ട് നേരെ തിയേറ്ററിനകത്ത് കയറി. പോപ്കോണും വാങ്ങി കയറി. ഞങ്ങൾ 4 പേര് 4 പോപ്കോണൊക്കെ വാങ്ങി കയറി. ഇപ്പോൾ സിനിമ കാണാനാണോ പോകുന്നത്, പോപ്കോൺ തിന്നാനാണോ പോകുന്നതെന്നൊരു സംശയം കേട്ടോ. അങ്ങനെ പോപ്കോൺ എല്ലാം വാങ്ങി കയറി സിനിമ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഇനി സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ വാവ്, അടിപൊളി മൂവി കേട്ടോ. കുറേ നാളിന് ശേഷം നല്ലൊരു മൂവി കണ്ടു. ഒരു ഫീൽ ഗുഡ് മൂവി, നല്ലൊരു മൂവി. അധികം കാസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ തന്നെയും അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. കോമഡിയും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ വ്യക്തതയോടുകൂടി അതിൽ പറഞ്ഞിട്ടുണ്ട്. പല കാര്യങ്ങളും, ഡ്രഗ്സിൻ്റെയും പിന്നെ ഈ പുറത്തൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളുടെ ബുദ്ധിമുട്ടും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ നടന്നാലും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ആ മൂവിയിൽ നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. വാഴ ഫസ്റ്റിൻ്റെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് ഈ വാഴ സെക്കൻഡ് ആ ഒരു സ്റ്റോറിയും. പക്ഷെ നല്ല മൂവി കേട്ടോ, നല്ല നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവി. ഒരു 2-2.5 മണിക്കൂർ മൂവി ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മൂവി കഴിഞ്ഞപ്പോൾ അയ്യോ കഴിഞ്ഞു എന്നുള്ളൊരു ഫീലായിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പൊതുവേ നല്ലൊരു അഭിപ്രായം വാഴ മൂവിക്കുണ്ട്. അതൊരു തെറ്റായ അഭിപ്രായമല്ല, നല്ല അഭിപ്രായം തന്നെയാണ്. നല്ലൊരു സിനിമ കേട്ടോ. അധികം ഒരു ലോ ബഡ്ജറ്റ് മൂവി, ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ അതിൽ അധികം കാസ്റ്റുകളൊന്നുമില്ല. എല്ലാം പുതിയ കുട്ടികളാണ്, റീൽസൊക്കെ ചെയ്ത് വന്നിട്ടുള്ള പുതിയ കുട്ടികളാണ് അതിലെല്ലാവരും. പക്ഷേ അവരൊക്കെ അത് ഗംഭീരമായിട്ട് ആ സിനിമ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു സിനിമ കാണാനായിട്ട്. കാരണം അത് എൻ്റെ മാത്രം അഭിപ്രായമല്ല, കൂടെ വന്ന അച്ഛനും വേദയ്ക്കും സച്ചിനും ഒക്കെ ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു മൂവി ആയിരിക്കുമല്ലോ, എൻ്റെ മാത്രം അഭിപ്രായമല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പോയി ആ ഒരു 2-2.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു മൂവി കേട്ടോ. കോമഡിയും എല്ലാം ഉണ്ട്, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിനിമ എല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്കും അടുത്ത ഇൻ്റർവെല്ലായപ്പോൾ വീണ്ടും പോപ്കോൺ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ സിനിമയ്ക്കാണോ വരുന്നത് പോപ്കോൺ തിന്നാനാണോ വരുന്നത് എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അങ്ങനെ വീണ്ടും നമ്മൾ പോപ്കോൺ വാങ്ങി വന്നിരുന്ന് ഫിലിമെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഒരു 8:30-8:45 മണിയായി. അപ്പോൾ ചീമ പോയപ്പോഴേ പറഞ്ഞു, ചീമയ്ക്ക് ഭയങ്കര ദേഷ്യവും വിഷമവും ഒക്കെ
ചീമയെ കൂട്ടാതെ സിനിമയ്ക്ക് പോയതിൻ്റെ. അപ്പോൾ ചീമ പോയപ്പോഴേ പറഞ്ഞു തിരിച്ചു വരുമ്പോൾ എനിക്ക് ഷവർമ വാങ്ങിച്ചുകൊണ്ടുവന്നുള്ളൂ പറയും. അങ്ങനെ ഇറങ്ങി ചീമ ഷവർമ വേണമെന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു വേണ്ട, നിങ്ങളിങ്ങ് വന്നാൽ മതി, സച്ചിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വന്നിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് പോയപ്പോഴാണ് അച്ഛൻ പറഞ്ഞത് ദൈവമേ എന്നോടൊന്നൊരു ചൂല് വാങ്ങിച്ചുകൊണ്ട് ചെല്ലാൻ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാങ്ങിച്ചുകൊണ്ട് ചെന്നില്ലെങ്കിൽ എനിക്ക് എന്നാൽ വീട്ടിൽ കയറാൻ പറ്റൂല, അതുകൊണ്ട് ചൂല് എവിടെ നിന്നായാലും ചൂലും കൊണ്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്ന വഴിക്കെല്ലാം ചൂല് കടയിൽ നിർത്തി. ഇങ്ങനത്തെ ചൂല് വീട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ പൊടിയെല്ലാം താഴെ വീഴണമെന്ന് പറഞ്ഞിട്ട് അമ്മയെ കൊണ്ട് പറ്റുന്നില്ല. അങ്ങനെ മറ്റേ ഓലച്ചൂലില്ലേ, ഓലയുടെ പോലത്തെ ചൂല്, അങ്ങനെ അത് അന്വേഷിച്ച് നടന്നപ്പോഴും ഒരു കടയിൽ കിട്ടി. അച്ഛൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ ആ ചൂലും വാങ്ങിച്ചാണ് നമ്മൾ നേരെ വീട്ടിൽ പോയത്. അതിപ്പോൾ നമ്മളായാലും വീട്ടിൽ ഒരു കാര്യം അതിൻ്റെ പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ ആ സാധനം ഇല്ലെങ്കിൽ പറ്റത്തില്ല കേട്ടോ. അത് ഞാനായാലും എഗ്രി ചെയ്യുന്നു. അങ്ങനെ അമ്മ കുറേ ദിവസമായിട്ട് ചൂലിന് പറഞ്ഞു. അങ്ങനെ ഇന്ന് അമ്മയ്ക്ക് ഫൈനലി ചൂലെത്തിച്ച് കൊടുത്തു. എന്നിട്ട് നമ്മളത് വീട്ടിൽ വന്നപ്പോഴേക്കും ബാബുങ്ങളും മധുവങ്ങളും മീനാക്ഷിയുടെ അച്ഛനും അമ്മയാണ് മധുവങ്ങളും മീനാക്ഷിയുടെ അമ്മ, മീനാക്ഷി ആൻറ്റി, സച്ചിൻ്റെ ബ്രദർ എല്ലാവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് അവരും പോയി, നമ്മളും കിടന്നുറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ടാറ്റാ, ബൈ ബൈ.